സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 12-14. അതിങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സദൃശ്യവാക്യങ്ങളൊന്നും അങ്ങനെ അധികം ആരും എന്ത് ചെയ്യാറില്ലെന്നറിയോ, വായിക്കാറില്ല. എന്നാൽ എനിക്ക് സദൃശ്യവാക്യം ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എൻ്റെ മമ്മി 10 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പം മമ്മി എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മാസത്തിന് 31 ദിവസമുണ്ട്, ചില മാസങ്ങൾക്ക് 30 ദിവസം. അപ്പം എല്ലാ ദിവസവും വായിക്കാൻ പറ്റിയ ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് സദൃശ്യം. അതുകൊണ്ട് എല്ലാ ദിവസവും ഓരോ അധ്യായം വെച്ച് എന്ത് ചെയ്യണം, വായിക്കണം. അന്ന് മമ്മിയെ പേടിച്ചാണ് വായിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മമ്മി ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വായിച്ചു. പക്ഷെ അങ്ങനെ വായിച്ച് കുറെ നാളുകൾ പോയെങ്കിലും പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അന്ന് വായിച്ച ചില വാക്യങ്ങളൊക്കെ ഹൃദയത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, പതിക്കാൻ തുടങ്ങി. ചില ജീവിതത്തിന്റെ കഷ്ടതകളിലും പ്രയാസങ്ങളൊക്കെ പോകുമ്പം നമ്മൾ വായിച്ച ചില വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, കടന്നു വരുവാനിടയായിത്തീരും. അപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയൊരു കഷ്ടതയുടെ നടുവിൽ 2024-25 കാലഘട്ടങ്ങളിൽ ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ചില വചനങ്ങളുണ്ട്. അതിലൊരു വാക്യമാണ് ഈ വാക്യം: തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. ഞാൻ ഇതിന്റെ ആരംഭ ഭാഗമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് സംതൃപ്തിയുണ്ട്? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സംതൃപ്തിയുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? തൃപ്തിയും സംതൃപ്തിയും രണ്ടും രണ്ടാ അല്ലേ? എങ്ങനെയുണ്ട് കുടുംബജീവിതം? ഓ, കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? ബെറ്റർ ആയ ഒരാളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? അമ്മായിമയിൽ സംതൃപ്തിയുള്ള എത്ര സ്ത്രീകളുണ്ട് ഇതിനകത്ത്? സ്തോത്രം കുറവാ. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെ മുഖം നിങ്ങളുടെ മുമ്പിൽ കൂടെ പോയാൽ സംതൃപ്തി ഉണ്ടോ? കുറവാ അല്ലേ? സത്യം നമുക്ക് പറഞ്ഞാൽ പോരെ, നമ്മുടെ ദൈവസന്നിധിയിലല്ലേ ഇരിക്കുന്നത്. നമുക്ക് സംതൃപ്തി ഉണ്ടോ? ജോലി സംതൃപ്തിയുള്ളവരുണ്ടോ? ഇല്ലെന്നേ. അടുക്കള ജോലി സംതൃപ്തിയുള്ളവരുണ്ടോ? ഇല്ല. ഒരു ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് സംതൃപ്തി ഉണ്ടോ? എന്തെങ്കിലും ഒരു കുറവ് നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കത്തില്ലേ? ഇല്ലേ? ഉണ്ട്. കാരണം മനുഷ്യന് എന്ത് കിട്ടിയാലും എന്തില്ല, സംതൃപ്തിയില്ല, അല്ലെങ്കിൽ തൃപ്തിയില്ല. എന്നാൽ ഇവിടെ പറയുക, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവജനമായിട്ട് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഈ 2026 എന്തു പറഞ്ഞേ ജയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകൾ പ്രാപിക്കാനുള്ള ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് ജീവിതത്തിൽ വിടുതൽ കിട്ടണമെങ്കിൽ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടികൾ എനിക്ക് ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒക്കെ പ്രാർത്ഥനയെ പോയിരുന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ചിലർ വിചാരിക്കുന്ന ഒരു കാര്യം, വിശിഷ്ട ദൈവദാസന്മാരല്ലേ ദൈവദാസിമാരുടെ കടുക്ക് ചെന്നൊന്ന് പ്രാർത്ഥിച്ച എന്ത് കിട്ടി? എൻ്റെ വിഷയത്തിന് മറുപടി കിട്ടി. പിന്നെയും നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെയും നമ്മുടെ പഴയ അവസ്ഥ തന്നെയല്ലേ? പക്ഷേ നിങ്ങളുടെ വിടുതലിന്റെ സീക്രട്ട് നിങ്ങൾ തന്നെ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളും ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇന്ന് അവിടെ എഴുതിയിരിക്കുന്നതിനകത്ത് ആദ്യത്തെ ടിപ്പ് നിങ്ങൾ കണ്ടോ എന്താന്ന്? നിന്റെ വായുടെ ഫലം. യെസ്. അപ്പൊ ഇന്നത്തെ ദൂത് മനസ്സിലായി കാണുമല്ലോ. നിന്റെ വായുടെ ഫലത്താലാണ് നിനക്ക് തൃപ്തി വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വായിൽ നിന്ന് എന്താ വരുന്നത്? വായുടെ ഫലം എന്ന് പറയുമ്പോൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. വായുടെ ഫലത്താൽ നന്മ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തൃപ്തിയും വരും. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും തൃപ്തി കിട്ടാത്തതിന്റെ കാരണം, ഒരിക്കൽ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ടായിരിക്കും നമ്മൾ ദൈവമേ എനിക്കൊരു ജോലി തരണം. അന്ന് അത് ഭയങ്കര ഒരു അപേക്ഷയാണ്. കർത്താവിന്റെ സന്നിധിയിൽ മണിക്കൂറുകൾ ഇരിക്കുന്നു, കരയുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും, ഓ എൻ്റെ മാനേജർ ശരിയല്ല അല്ലേ, ഓ എത്ര ദൂരം ഡ്രൈവ് ചെയ്യണോന്നറിയോ, ഭയങ്കര ട്രാഫിക്കാ. ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് എന്ത് ചെയ്യാൻ തുടങ്ങും? പറയാൻ തുടങ്ങും. ഈ നെഗറ്റീവ് പറയുന്നത് ഓരോന്നും എഴുതിയെടുക്കാനും നമ്മളെ ഇത് വെച്ച് കൊടുക്കാനും ഒരാൾ എപ്പോഴും നിങ്ങളുടെ ഒപ്പം നടക്കുന്നുണ്ട്. ആ വ്യക്തി ആരാന്നറിയാം, പേര് പറയണ്ടല്ലോ, അറിയാം. ഈ പുള്ളിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ദൈവ മക്കൾ വാ തുറന്നാൽ അവിശ്വാസം പറയണം, നെഗറ്റീവ് പറയണം. എന്നിട്ട് ഈ പറഞ്ഞതെല്ലാം ആയിട്ട് ഈ പുള്ളി ഇവിടെ പോകുന്നറിയോ? ദൈവത്തെ കാണാൻ ചെല്ലും.
എന്നിട്ട് പറയും, താഴെ ഇരുന്ന് ഈ പ്രാർത്ഥിച്ച പുള്ളിക്കാരി ഇല്ലേ, അല്ലെങ്കിൽ ഉപയോഗിച്ച പുള്ളിക്കാരി ഇല്ലേ, ഇന്ന് ഇത്ര വട്ടം എന്ത് പറഞ്ഞു? ആ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. അപ്പോൾ പല നന്മകളും നമുക്ക് മുടങ്ങാൻ കാരണം എന്താ? നമ്മുടെ വായ. ആകയാൽ അവിടെ ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് വായിപ്പിച്ച് കേൾപ്പിക്കാം. ഈ സദൃശവാക്യം 18-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനും, ആരെങ്കിലും ഒന്ന് എടുത്ത് ഉറക്കി ഒന്ന് വായിക്കാമോ? ആ ആ നോക്കിക്കേ, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ആരുടെ നാവിന്റെ? എന്റെ നാവിന്റെ, അല്ലേ? എന്നിട്ട് അടുത്ത വാക്യം കേട്ടോ, അതിൽ ഇഷ്ടപ്പെടുന്നവർ. ഏതിൽ? ഏതിൽ? ഏതിൽ ഇഷ്ടപ്പെടുന്നവർ? രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം? ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ ജീവൻ. എന്തായാലും നിങ്ങൾ മരണം ആഗ്രഹിക്കുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ല, ജീവൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ജീവന്റെ എന്തെങ്കിലും വായിന്ന് വരാറുണ്ടോ? ഈ കോൺഫറൻസിൽ നമ്മൾ നല്ല വചനമൊക്കെ കേട്ട് ഇല്ല, ഈ കോൺഫറൻസിൽ ഞാൻ എന്ത് ചെയ്യും? നന്നാവും. ഈ കഷ്ടത ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തരണം ചെയ്യും. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഊർജവാ. ആശീർവാദം കഴിഞ്ഞ് ഈ റൂം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വണ്ടിയെ കയറി നിങ്ങളുടെ മെയിൻ പ്രശ്നത്തെ നിങ്ങൾ ഫേസ് ചെയ്തില്ലേ? ഫേസ് ചെയ്യുമ്പം ഇവിടെ കേട്ട ഏതെങ്കിലും വചനം നിങ്ങളുടെ മനസ്സിൽ കൂടെ വരുവോ? ഇല്ല. എന്നിട്ട് എന്ത് പറയും? വാ തുറന്ന്, അല്ലേലും എനിക്ക് പറ. ഞാനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള, നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല, ഞാൻ എന്റെ കൂടെ കാര്യം പറഞ്ഞു. ഞാനിതൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാ. അല്ലേലും എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. അപ്പൊ ഈ കോൺഫറൻസിന്റെ മുഴുവൻ എഫക്ട് എന്ത് ചെയ്തു? അവരൊറ്റ വാക്കി പോയി. എന്നാ നമുക്ക് പറയാൻ പറ്റും. എന്താണെന്നറിയാമോ? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇതിന്റെ അനുഭവം കാണും. അതിന് ജീവൻ ഉള്ളിലുണ്ടേലേ ജീവൻ എന്ത് ചെയ്യത്തുള്ളൂ? ജീവൻ ഉള്ളിലുണ്ടേലേ ജീവൻ പുറത്തു വരത്തുള്ളൂ. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വാ സംസാരിക്കും. ഇന്നത്തെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ഹൃദയത്തിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും ഇന്ന് ഇവിടെ ഇട്ടിട്ടേ പോകാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? തലമുറയെ കുറിച്ചുള്ള നെഗറ്റിവിറ്റി, കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള നെഗറ്റിവിറ്റി. എനിക്ക് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇങ്ങനെ പലരും വിളിച്ച് പറയുമ്പോൾ പറഞ്ഞു, സിസ്റ്റർ എന്റെ ഭർത്താവിന് പ്രശ്നമാണ്, എന്റെ ഭർത്താവ് പ്രശ്നമാണ്, ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പോസിറ്റീവായത് അങ്ങ് പറഞ്ഞാൽ മതി. എന്തുവാ പറയണ്ടേ? എന്റെ ഭർത്താവ് നല്ലതാവും, എന്റെ ഭർത്താവ് ശരിയാവും, എന്റെ ഭർത്താവിന്റെ വിശ്വാസം വർദ്ധിക്കും. അത് എപ്പോഴാ പറയേണ്ടെന്നറിയാം? സാഹചര്യം എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നമുക്ക് ജീവൻ പറയാൻ എളുപ്പമാണ്. എന്നാൽ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ ജീവൻ പറയാൻ നമ്മളിൽ എത്ര പേർ തയ്യാറാണ്? ഇന്ന് അതിലേക്ക് ഞാൻ ആഴമായിട്ട് ഈ വചനം ഒന്ന് കടക്കാൻ പോവുക. എന്തുകൊണ്ട് നമ്മൾ ജീവൻ പറയണം? കാരണം ജീവന്റെ ദാതാവായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിച്ചു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നാവ് എങ്ങനെ വേണേലും എന്ത് ചെയ്യാം? ഉപയോഗിക്കാം, അല്ലേ? ആൾക്കാരെ നമ്മൾ പറയത്തില്ലേ, യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരേ ഉറവയിൽ നിന്ന് നല്ലതും തീയതും വരാൻ പറ്റത്തില്ല, അല്ലെ? അനുഗ്രഹവും ശാപവും. നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് സാഹചര്യങ്ങളെ നോക്കി ശപിച്ചിട്ടുണ്ടാവാം. നമ്മൾ നമ്മളെ തന്നെ നോക്കി എന്ത് ചെയ്തിട്ടുണ്ടാവാം? ശപിച്ചിട്ടുണ്ടാവും. നമ്മുടെ മക്കളെ നോക്കി എന്ത് ചെയ്തിട്ടുണ്ടാവാം? ശപിച്ചിട്ടുണ്ടാവാം. എന്നാൽ എന്തിനാണ് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചത്? ക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ തരാനാന്ന. അപ്പോൾ ജീവൻ തരുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവനായി ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ജീവനുള്ളവർ എന്ത് പറയും? വിഷയങ്ങളെ നോക്കി ജീവൻ പറയും. എന്തുവാ വിഷയങ്ങളെ നോക്കി ജീവൻ പറയാന്ന് പറഞ്ഞു? നിങ്ങൾ എന്തുവാ ഫേസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും, രോഗം കാണും, ദുഃഖം കാണും, ഭർത്താക്കന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ തലമുറകളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാം നോക്കി ബുദ്ധി ഉപദേശിക്കുന്നത്, ഈ കോൺഫറൻസിൽ നിങ്ങൾ എടുക്കേണ്ട ആദ്യത്തെ തീരുമാനം, 2026 എന്റെ നാവ് കൊണ്ട് ഞാൻ ചിലത് പറയും, ഞാൻ ചിലത് പ്രാപിച്ചെടുക്കും. മനസ്സിലായോ? അതിലാദ്യം ഞാൻ കുറച്ചു പേരെ നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് പരിചയപ്പെടുത്താൻ പോവാ. എന്ത് നാവ് കൊണ്ട് പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം. ഒന്ന്, അബ്രഹാം. നമ്മളെല്ലാം പറയും വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം, അല്ലേ? ഈ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം കൊടുത്ത പരീക്ഷയാണ് ഇസ്ഹാക്കിനെ യാഗം കഴിക്കുക എന്നുള്ളത്. ഈ യാഗം കഴിക്കാൻ ഇസ്ഹാക്കിനെയും കൊണ്ട് അബ്രഹാം പോകുമ്പോൾ
അബ്രഹാമിനോട് ദൈവം പറഞ്ഞ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതിന് ശേഷം, മകനെ യാഗം കഴിക്കണമെന്ന് സംസാരിച്ചതിന് ശേഷം, മോറിയാമലയിൽ എത്തുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ദൈവം പിന്നീട് സംസാരിച്ചിട്ടുണ്ടോ? ആ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഒറ്റ വാക്ക്, നീ യാഗം കഴിക്കണം, ഇന്ന സ്ഥലത്ത് യാഗം കഴിക്കണം, അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ നമ്മളെ ശബ്ദം കേൾക്കുന്ന എവിടെയാ? ദൈവത്തിന്റെ ശബ്ദം. അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. എന്നാൽ ആദ്യ ദൈവശബ്ദം കേട്ട സമയം തൊട്ട് മോറിയാമലയിൽ എത്തുന്നിടം വരെയുള്ള ഈ അബ്രഹാമിന്റെ ജീവിതവും യാത്രയും നമ്മൾ നോക്കിയാൽ, ഇസഹാക്കുമായിട്ട് ഓരോ ചുവടുകൾ മുന്നോട്ടെടുത്ത് വെക്കുമ്പോഴും അബ്രഹാമിനോട് നമ്മൾ ചോദിക്കുക, എന്തിനാ ഇസഹാക്കിനെ കൊണ്ടുപോകുന്ന ചോദിച്ചാൽ പറയും, ദൈവം പറഞ്ഞു കൊണ്ടുപോകാൻ. നീ പ്രാർത്ഥിച്ച് കിട്ടിയ മറുപടിയല്ലേ? അല്ലേ? എത്ര നാൾ കാത്തിരുന്ന് കിട്ടിയ മറുപടിയാ. ഇതിനെ നശിപ്പിക്കാൻ ദൈവം പറയുമോ? ഈ ഡൗട്ടൊക്കെ നമുക്കും വന്നിട്ടില്ലേ? പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന ചോദിച്ച് ഇറങ്ങി തിരിച്ചതാ ഈ കാര്യത്തിന്. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാ ഈ വിവാഹത്തിന് ഇറങ്ങി തിരിച്ചത്. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാ നഴ്സിംഗിന് പോയത്, അല്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാ ഈ പ്രൊഫഷൻ എടുത്തത്. പക്ഷെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് കഷ്ടതയാന്ന്. ഇടയ്ക്കൊന്ന് ഇട്ടിട്ട് പോരാൻ തോന്നും അല്ലേ? ദൈവം പറഞ്ഞത് ചിലതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ അവിടെ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം പറഞ്ഞത് യാഗം കഴിക്കാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം, അത് പൂർത്തീകരിക്കണം. ഇങ്ങനെ അബ്രഹാം ഇസഹാക്കുമായിട്ട് മോറിയാമല കയറുമ്പോൾ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാക്യം, ഞാനിപ്പോ പറഞ്ഞ തീം വാക്യം നിങ്ങൾ മറക്കരുത്. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ ഫലം അനുഭവിച്ച് തൃപ്തനാകൂന്ന തൃപ്തി അബ്രഹാമിൽ വന്നത് എങ്ങനെയാന്ന് ഓർക്കണം. ഇപ്പൊ തൃപ്തിയുള്ള അനുഭവത്തിൽ കൂടെയാണോ നടന്നു പോകുന്നത്? മകനെ കിട്ടിയോ? കിട്ടി. തൃപ്തി ഉണ്ടോ? ഇല്ല. കാരണം എന്താ? കൂടെ ഇനി ഉണ്ടാവോ ഇല്ലയോന്ന് അറിയത്തില്ല. ഈ നിമിഷം എന്ത് ചെയ്യാൻ പോവാ? എന്നാൽ അബ്രഹാമിന്റെ വായിൽ നിന്ന് വന്ന 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കാം. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി 22-ന്റെ 5ഉം 8ഉം വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. ആ ആ ആ ആ നിങ്ങൾ എല്ലാരും കേട്ടല്ലോ ആ വാക്ക്. എന്തോ പറഞ്ഞേ? നിങ്ങൾ ഇവിടെ നിക്ക്, ഞാനും ബാലനും അവിടത്തോളം പോയി ആരാധന കഴിച്ച്. ആ ലാസ്റ്റ് വാക്ക് എല്ലാരും ഒന്ന് പറഞ്ഞു. മടങ്ങി വരും. ഞാൻ മടങ്ങി വരും എന്നാണോ? എങ്ങനെ? ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ മടങ്ങി വരും എന്നാണോ? പിന്നെ എങ്ങനെ പറഞ്ഞേ? ഞാനും ബാലനും മടങ്ങി വരുവായിരിക്കും, വരുമെന്ന് വിചാരിക്കുന്നു, ദൈവം അനുവദിച്ചാ വരാം. നമ്മൾ പറയുന്ന വാക്കുകളാ ഞാൻ പറഞ്ഞേ. അബ്രഹാം പറയുന്ന വാക്കൊന്നുകൂടെ നിങ്ങൾ പറഞ്ഞേ. മടങ്ങി വരാം. ഉറപ്പുണ്ടോ? കരഞ്ഞോണ്ടാണോ പറയുന്നേ? ഉറപ്പോടാണോ പറഞ്ഞേ? വന്നോ? പക്ഷെ ദൈവം വരൂന്ന് പറഞ്ഞായിരുന്നു. നീ ഇറങ്ങി വരൂന്ന് പറഞ്ഞായിരുന്നു കൊച്ചുമായിട്ട്. ഒറ്റ കാര്യം പറഞ്ഞു, നീ യാഗം കഴിക്കണം. ഞാൻ ചോദിക്കുന്നത്, വാഗ്ദത്തം നമുക്ക് ലഭിച്ചല്ലേ? ഇല്ലേ? വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു പ്രതികൂലം വരുമ്പോൾ നമുക്ക് വരുന്ന ടെൻഷൻ എന്താണെന്നറിയോ? വാഗ്ദത്തം വിളിച്ചു പറയത്തില്ല. ഇതിനു മുമ്പ് എന്തുകൊണ്ട് ഈ അബ്രഹാം അങ്ങനെ പറഞ്ഞെന്ന് ഞാനൊരു കാര്യം പറയാം. അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ നിനക്കൊരു മകനെ തരും, അവനൊരു വലിയ ആദ്യത്തെ വാഗ്ദത്തം അബ്രഹാമിന് ഓർമ്മയുണ്ട്. അബ്രഹാമിന് അറിയാം, വലിയ ജാതി ആവണമെങ്കിൽ ഈ മകൻ ജീവിച്ചിരുന്നേ പറ്റൂ. അതിനു മുമ്പ് വരുന്ന ഏതു പ്രതികൂലത്തെയും ജയിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? വാഗ്ദത്തം തരിക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ വാഗ്ദത്തത്തെ പിടിച്ചെടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ആദ്യത്തെ കീ എന്ന് പറയുന്നത് നീ നിന്റെ വാഗ്ദത്തത്തെ ഉറക്ക പറയുക എന്നുള്ളതാ. എവിടെ നോക്കി പറയണം? പ്രതികൂലത്തെ നോക്കി പറയണം, പ്രതിസന്ധിയെ നോക്കി പറയണം. ഒന്നും നടക്കത്തില്ലെന്ന് പിശാച് പറയുമ്പോ പറയണം, ഇല്ല, എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ വാഗ്ദത്തം നിവർത്തീകരിക്കുമെന്ന്. പക്ഷെ നമുക്ക് പറ്റുന്നത്, ഈ കൂടെയുള്ള ബാല്യക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാവാം, വീട്ടിലുള്ളവരാകാം, നമ്മളെ നെഗറ്റീവ് പറയുന്ന കുറെ പേരുണ്ടല്ലോ, ഇല്ലേ? ഏതൊരു കാര്യം നമ്മൾ വിശ്വാസത്തെ പറഞ്ഞാലും ഒരു നെഗറ്റീവ് എങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ഒരാളെങ്കിലും പറയും. അങ്ങനെ വേണോ? ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പറയുന്ന ഒരു
നെഗറ്റിവിറ്റി വാക്കുണ്ട്. ആരെങ്കിലും ഒരു വാക്തത്വം ഉറക്കെ പറയും, ബുദ്ധിയിൽ പറ കുഞ്ഞുങ്ങൾ ആകരുത്. രണ്ടാമത്തെ വാക്യം എന്നാന്നറിയോ? പാമ്പിനെ പോലെ ബുദ്ധിയും. അബ്രഹാം പാമ്പിനെ പോലെ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ത് ബുദ്ധി ഉപയോഗിച്ചേനെന്ന് ഞാൻ പറയട്ടെ? ഇസ്മായിലിനെ കൊണ്ടുപോയി യാഗം കഴിച്ചേനെ. മനസ്സിലായോ? പക്ഷെ വാഗ്ദത്തം കിട്ടിയവൻ ഉറപ്പുണ്ട് എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്. അബ്രഹാം പറയുക, നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാനും ബാലനും ആരാധന കഴിച്ച് മടങ്ങി വരണം, യാഗം കഴിച്ച് മടങ്ങി വരാം. ഇനി ഈ പറഞ്ഞ ഓരോ വാക്കും നടന്നോ ഇല്ലയോ എന്ന് ചോദിക്കാം. ഞാനും ബാലനും അവിടത്തോളം ചെന്നു, അവിടം വരെ ചെന്നു. യാഗം കഴിച്ചോ? കഴിച്ചില്ലേ? കഴിച്ചു. എന്തിനാ യാഗം കഴിച്ചേ? ആടിനെ. ആര് കരുതി? ഇതാരാ പറഞ്ഞത്? അബ്രഹാമോ പറഞ്ഞത്? അബ്രഹാം ആരോട് പറഞ്ഞു? എന്ത് പറഞ്ഞു? യഹോവ കരുതിക്കൊള്ളും. നടന്നോ? നിന്റെ വാ കൊണ്ട് നീ എന്തു പറയുന്നോ അതിപ്രേ നടക്കുകയാ. അതിനുള്ളൊരു ഉറപ്പ് ഞാൻ നിങ്ങളോട് പറയാം. യെശയ്യാവ് 57:19 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. യെശയ്യാവ് 57:19, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. യെസ്, ഉത്തരം മനസ്സിലായോ? ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലിപ്സ്. നീ എന്തു പറയുന്നോ, വിശ്വാസത്താൽ പറയുന്നു, അത് ഞാൻ സൃഷ്ടിക്കാവുന്ന ദൈവം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. വാക്കിന് ശക്തിയുണ്ടോ? എത്രത്തോളം ശക്തിയുണ്ട്? ചിലത് സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട് വാക്കിന്. കാരണം എന്താ? നിങ്ങൾ ചോദിക്കുക, സിസ്റ്റർ നമ്മളൊക്കെ പറഞ്ഞ വല്ലോ നടക്കുവോ? നടക്കും. കാരണം എന്താണെന്നറിയോ? പറഞ്ഞ് സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്. ദൈവം ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് എങ്ങനാ? ഒറ്റ വാക്കിനാൽ. ഏത് വാക്കിനാൽ? ഉണ്ടാകട്ടെ. എവിടെ നിന്നാ സൃഷ്ടിച്ചേ? ഒന്നുമില്ലായ്മയിൽ നിന്ന്, ചാൻസസ് ഇല്ലാഞ്ഞതിൽ നിന്ന്. ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്റെ രണ്ടാമത്തെ മോൻ പ്രാർത്ഥിച്ചുണ്ടായ ഒരു കുഞ്ഞാ കേട്ടോ. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളാ വീട്ടില്. എൻ്റെ ആദ്യം ഉണ്ടായത് ഒരു പെൺകുഞ്ഞ്. അപ്പൊ എനിക്കൊരാഗ്രഹം, കർത്താവേ എനിക്കെങ്കിലും ഒരു ആൺകുഞ്ഞിനെ തരണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചേശിപ്പിച്ച എനിക്കൊരു ആൺകുഞ്ഞിനെ തരണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ അമ്മമാർക്ക് എപ്പോഴും ഒരു ആൺകുഞ്ഞിനെ ഒരാഗ്രഹം. പെൺകുഞ്ഞുങ്ങളോട് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഒരു ആൺകുഞ്ഞ് അല്ലേ. ഞാനൊരാഗ്രഹം പറഞ്ഞു കർത്താവിനോട്. കർത്താവ് ആഗ്രഹം തന്നു. എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ തന്നു. 2020 സെപ്റ്റംബർ 13 കുഞ്ഞുണ്ടായി. US നമ്മൾ അവിടുത്തെ ഓരോ സ്റ്റെപ്പുകളും ഡിഫറെന്റ് ആണ്. ഓരോ ദിവസത്തെ ഇത് ചെക്കപ്പിന് കൊണ്ടുപോകണം, പീഡിയാട്രീഷ്യനെ കാണിക്കാൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം പീഡിയാട്രീഷ്യനെ കാണിക്കാൻ കൊണ്ടുപോയപ്പം ഡോക്ടറിനോട് പറഞ്ഞു, കുഞ്ഞിന്റെ കാഴ്ചക്ക് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നു, ഒന്നുകൂടെയും ചെക്കപ്പ് ചെയ്യണം. രണ്ടാമത് വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, കുഞ്ഞിന്റെ റെഡ് ലൈറ്റ് റിഫ്ലെക്സ് ആബ്സെന്റ് ആണ്. അപ്പം അബ്നോർമൽ റെഡ് ലൈറ്റ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞ് എനിക്ക് എഴുതി തന്നു. ഇപ്പൊ നഴ്സിംഗ് ഒക്കെ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം ഇത് എന്താ പ്രശ്നമെന്ന്. ഇപ്പൊ ഞാൻ ഓർത്തത് നാച്ചുറൽ, കുഴപ്പമില്ല, അല്പ ദിവസങ്ങളോടെ കഴിയുമ്പോൾ അത് മാറും, യൂഷ്വലി അങ്ങനെ. പക്ഷെ 1 മാസം കഴിഞ്ഞ് ഡോക്ടർ എന്നോട് വീണ്ടും പറഞ്ഞു, അത് അങ്ങനെ തന്നെയുണ്ട്, കാറ്ററാക്ട് ആവാനാ ചാൻസ്. അതുകൊണ്ട് കുഞ്ഞിന് 1 വയസ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? സർജറി ചെയ്യണം. സർജറി ചെയ്താലേ കുഞ്ഞിന് കാഴ്ച കിട്ടത്തുള്ളൂ. വളരെ സങ്കടം തോന്നി. ഒരു കണ്ണിന് പൂർണ്ണമായിട്ട് കാഴ്ചയില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞിന് കാഴ്ചയില്ലെന്ന് ഒരമ്മ അറിയുമ്പോൾ എത്രത്തോളം വേദനയുണ്ട്. ഇപ്പൊ 2 കണ്ണിനും പ്രശ്നമുണ്ട്, 1 കണ്ണിന് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. പ്രശ്നം കേട്ടു വീട്ടിൽ വന്നു. നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ സങ്കടമുണ്ട്, കരച്ചിലുണ്ട്. ഞാനിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ എൻ്റെ മമ്മി, ഞാൻ ഏതൊരു വിഷയം വന്ന് പെട്ടെന്ന് എൻ്റെ മമ്മിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം എൻ്റെ മമ്മി ഈ നിമിഷം വരെയും മരുന്ന് ഉപയോഗിക്കത്തില്ല കേട്ടോ. പൂർണ്ണ സമയം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ മമ്മി ഒരു യാക്കോബ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന കേട്ടോ. മണർകാട് പള്ളിയിലെ ഒരു വിശ്വാസിയായിരുന്നു. അവിടുന്ന് രക്ഷയിലേക്ക് വന്നു. 12ാമത്തെ വയസ്സ് രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് തന്നെ ഈ നിമിഷം വരെ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചത് വീട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും വാക്സിൻസ് എടുത്തിട്ടില്ല. ഞങ്ങൾ ആരും മരുന്ന് എടുത്തിട്ടില്ല. എൻ്റെ മമ്മിക്ക് ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. മുഖമൊക്കെ തകർന്നു പോയ ആളാ. വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് എണ്ണയിട്ട് വിടുതൽ കിട്ടിയ വ്യക്തിയാണ്.
ഇന്നും ജീവനോടെയും ആയുസ്സോടും ആരോഗ്യത്തോടും എൻ്റെ മമ്മിയുണ്ട്. ജീവിക്കുന്നതേ ഒരു അത്ഭുതം. എൻ്റെ മമ്മിയെ കാണുന്നതേ ഒരു അത്ഭുതമാ. അങ്ങനെ ഒരു മാതാവിന്റെ മോളായതുകൊണ്ട് എനിക്ക് മമ്മിയെ പെട്ടെന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിക്കണമെന്ന് തോന്നി. പെട്ടെന്ന് മമ്മിയോട് പറഞ്ഞു, ഞാൻ ഇരുന്ന് വലിയവായ കരയുവാ, മമ്മി കുഞ്ഞിന് കാഴ്ചക്കുറവുണ്ടെന്നാ പറയുന്നത്, എന്ത് ചെയ്യണം? മമ്മി ഇങ്ങനെ മമ്മി പറഞ്ഞു, കുഞ്ഞിനെ കയ്യിലെടുക്കാൻ പറഞ്ഞു. എടുക്ക്, പ്രാർത്ഥിക്കാം. ഞാൻ കുഞ്ഞിനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു, 1 മാസമുള്ള കുഞ്ഞ് കയ്യിലെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, മോനെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം, നമ്മുടെ കർത്താവിന് ഒന്നും അസാധ്യമല്ല. ഞാൻ ഈ പറയുന്നത് വായുടെ ഫലത്താൽ നന്മ വരുന്ന, നീ പറയുന്നത് ചിലത് സൃഷ്ടിക്കപ്പെടുന്ന. ഈ കുഞ്ഞിന്റെ കണ്ണിലോട്ട് കൈവച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. മമ്മിയും മമ്മി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മമ്മി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്യം പറഞ്ഞാ പ്രാർത്ഥിച്ചത്. മമ്മി പ്രാർത്ഥിച്ച പ്രാർത്ഥന നിർത്തിയെങ്കിലും ആ വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വാള് തുളച്ചു കയറുന്ന പോലെ കയറി അത് അവിടെ ഇരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ വാക്യമായിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത്. പലപ്പോഴും വായിച്ചു വിടുന്ന വാക്യമാ, അതിന് വലിയ അർത്ഥം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി, ബൈബിളിലെ ഓരോ വാക്യത്തിന്റെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ജീവിപ്പിക്കുന്നത് ആ വചനം. ഹല്ലേലൂയ. ഇങ്ങനെ മമ്മി പ്രാർത്ഥിച്ചു, കർത്താവേ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ആദിയിൽ വെളിച്ചമുണ്ടായെങ്കിൽ അതേ വെളിച്ചം എൻ്റെ കുഞ്ഞിന്റെ കണ്ണിന്റെ ഉള്ളിൽ ആ വെളിച്ചം സൃഷ്ടിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. മമ്മി ഇത് പ്രാർത്ഥിച്ച് ഫോൺ വെച്ചു. എന്നിട്ട് മമ്മി പറഞ്ഞു, മോൻ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അന്ന് ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. ആ ദിവസം തൊട്ട് എൻ്റെ കുഞ്ഞിന്റെ കണ്ണിലോട്ട് കൈ വെച്ചിട്ട് അവനെ ഫീഡ് ചെയ്യാൻ നേരത്ത്, അവനെ കുളിപ്പിക്കാൻ നേരത്ത്, അവനെ ഉറക്കാൻ നേരത്ത് എപ്പോഴൊക്കെ അവൻ എൻ്റെ കയ്യിലുണ്ടോ ആ നിമിഷം അവന്റെ കണ്ണുകളിലേക്ക്, 2 കണ്ണുകളിലേക്കും കൈ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാ. ഇതിങ്ങനെ ഓരോ നിമിഷവും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് അത്ഭുതം നടക്കുമെന്ന് വിചാരിച്ചു, ഒന്നും നടന്നില്ല. 2ാമത്തെ ദിവസം പറഞ്ഞു, നടന്നില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വചനം പറയും തോറും എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. 1 അല്ല 2 അല്ല 3 അല്ല, ഏകദേശം 3 ആഴ്ച ഞാൻ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ കണ്ണുകളിൽ വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, കൽപ്പിച്ചുകൊണ്ടിരുന്നു. 1 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും അടുത്ത ചെക്കപ്പിന് ചെന്നു. അത് മെയിൻ ഒഫ്താൽമോളജിസ്റ്റാ. അദ്ദേഹമാണ് സർജറി തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ അടുക്കലോട്ട് ഞാൻ ചെക്കപ്പിന് ചെന്നപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറയുക, നിനക്ക് ഉറപ്പാണോ കുഞ്ഞിന്റെ ഈ കാഴ്ച? ഞാൻ പറഞ്ഞു, 2 പേരെ റെഫർ ചെയ്തു. കയറ്റി കുഞ്ഞിനെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ എന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് തന്നെ അത്ഭുതമാണ്, 2 ഒഫ്താൽമോളജിസ്റ്റ് എഴുതി തന്ന ഈ കുഞ്ഞിന് 2 കണ്ണിൽ 100% കാഴ്ചയുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് എന്റെ കുഞ്ഞിന് 5 വയസ്സുണ്ട്. ഹല്ലേലൂയ. ഒരു കുഴപ്പവുമില്ല കേട്ടോ. ഞാനിത് പറയാൻ കാരണം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് പാഴും ശൂന്യവുമായിരുന്നതിനെ നോക്കി പറഞ്ഞു, ഉണ്ടാകട്ടെ. യെസ്, ദൈവത്തിന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാ, സൃഷ്ടിക്കുവാൻ നമ്മൾ ചിലത് ചാൻസ് കണ്ടാ പറയുന്നത്, അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇല്ലേ? ചിലതൊക്കെ നമുക്ക് സാധ്യതകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് വിളിച്ചു പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഈ വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള വാക്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഇനി എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല. ശരിക്കും അന്നാണ് ഞാൻ ഉൽപ്പത്തി 1-ാം അധ്യായം ഇരുന്ന് വായിച്ചത്. അപ്പോഴാണ് ഞാൻ ഇത് നോക്കണം. സൺഡേ സ്കൂൾ പാസ്റ്ററുടെ മോളാ. സൺഡേ സ്കൂളിലൊക്കെ സൃഷ്ടി 1-ാം ദിവസം ഇന്നോ സൃഷ്ടിച്ചു, 2-ാം ദിവസം ഇന്നോ സൃഷ്ടിച്ചു, 3-ാം ദിവസം സൃഷ്ടിച്ചു. ഇതൊക്കെ പറയാൻ എളുപ്പമായിരുന്നു PVPക്കൊക്കെ. പക്ഷെ അന്നാ ഞാനൊരു കാര്യം യഥാർത്ഥമായിട്ട് പഠിച്ചത്. ദൈവം വെളിച്ചം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടോ സൂര്യനെ ഉണ്ടാക്കിയത്. നിങ്ങൾക്കറിയായിരുന്നു? നിങ്ങൾക്കറിയായിരുന്നു? നല്ല ആൾക്കാർ. എനിക്കറിയത്തില്ലായിരുന്നു. അതിന്റെ അർത്ഥം എന്നാ? ദൈവത്തിന് സാധ്യത വേണ്ടെന്ന് നമ്മളാ സൃഷ്ടിച്ചിരുന്നെങ്കിലോ ആദ്യം നമ്മൾ സൂര്യനെ ഉണ്ടാക്കാം. കാരണം ആരെങ്കിലും ചോദിക്കും, ഇത് എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ കാണിക്കാൻ ഇല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ലേ? ഇത് എവിടെ നിന്നാ വന്നത്? നിങ്ങൾക്ക് എവിടെ നിന്ന് ആരാ പൈസ തന്നേ? ഇത്രയും രൂപ ആരാ? അപ്പൊ പറയാൻ ഒരാൾ വേണ്ടേ, അല്ലേ? പക്ഷെ കർത്താവ് ചെയ്യുമ്പോ എങ്ങനെ തീരുമെന്നറിയോ? അതാ കാക്കയെ കൊണ്ടൊക്കെ ഏലിയാവിനെ പോറ്റിയത്. കർത്താവ് പറയാ, കാക്ക എങ്ങനെ ഭക്ഷണം കൊണ്ടുവരുന്നേ? പറയാൻ ഒറ്റ വാക്കുള്ളൂ, ദൈവം തന്നു. ദൈവത്തിന് മഹത്വം കിട്ടേണ്ടതിന് ദൈവം ഒരു സോഴ്സിന്നും അല്ല നിനക്ക് നന്മ തരുന്നത്. ദൈവത്തിന് ഒരു സോഴ്സും വേണ്ട. ദൈവം പറയുന്ന, നീ ചിലത് പറ, ഞാൻ നിനക്ക് വേണ്ടി സൃഷ്ടിക്കാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നോക്കി ഒന്ന് കൽപ്പിക്കാമോ? കർത്താവേ, എന്റെ മുമ്പിൽ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്,
അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന് എന്റെ ദൈവം പറഞ്ഞെങ്കിൽ ഞാൻ ചിലത് വിശ്വാസത്തോടുകൂടെ പറയാൻ പോവാ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. യെസ്, അബ്രഹാമിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. അബ്രഹാം പറഞ്ഞു, ഞങ്ങൾ പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. വന്നു. ഈ അബ്രഹാമിനോട് നിങ്ങൾ ചോദിക്കുവോ എന്ത് കണ്ടിട്ടാ പറഞ്ഞത്? അബ്രഹാം പറയും, ആദ്യം ഒരു വാഗ്ദത്തം കിട്ടിയായിരുന്നു, ആ വാഗ്ദത്തത്തെ ഞാൻ അങ്ങ് മുറുകെ പിടിച്ചായിരുന്നു. ഇത് നമുക്ക് വരുന്ന കുഴപ്പം, നമ്മൾ കേട്ട വാഗ്ദത്തം എല്ലാം ബൈബിളിന്റെ പുറകിലും ഡയറിയുടെ പുറകിലും എഴുതി വെച്ചിട്ടുണ്ട്. അത് എപ്പോഴോ വല്ലോരും വന്ന് ഓർപ്പിക്കണം, അങ്ങനെ ഒരു വാഗ്ദത്തം ഉണ്ടാന്നാ തോന്നുന്നെന്ന് പറയും. പക്ഷെ ഈ വാഗ്ദത്തം ശരിക്കും പറഞ്ഞാ ബുക്കിന്റെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല. കേട്ട ഓരോ വാഗ്ദത്തവും ഹൃദയത്തിന്റെ ഉള്ളിൽ ക്യാരി ചെയ്ത് അത് എന്നും ഉരുവിട്ടോണ്ടിരിക്കണം. തലമുറയെ നോക്കി ഉരുവിട്ടോണ്ടിരിക്കണം, സാഹചര്യങ്ങളെ നോക്കി ഉരുവിട്ടോണ്ടിരിക്കണം. ഇല്ല, ഈ സാഹചര്യം മാറും, എന്റെ തലമുറയുടെ അവസ്ഥ മാറുമെന്ന് പറയണം. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരാളെ പെട്ടെന്ന് പരിചയപ്പെടുത്താം. കൂടുതലും ഇപ്പൊ ഞാൻ പുരുഷന്മാരുടെ സന്തോഷത്തിന് വേണ്ടി അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ സ്ത്രീകളെ അങ്ങനെ വിടാം. ഞങ്ങൾ സ്ത്രീകൾ ചെറിയവരല്ല. സ്ത്രീകളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലോ. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ത്രീയും വിശ്വാസം പറഞ്ഞത് അതുപോലെ നടന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, പഴയ നിയമത്തിൽ നിന്ന്. മറ്റാരുമല്ല, രൂത്ത് തന്റെ വായുടെ ഫലത്താൽ ചിലത് പറഞ്ഞു, അവൾക്ക് അതിന്റെ തൃപ്തി ലഭിച്ചു. അവൾ പറഞ്ഞ വാക്കിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. രൂത്ത് 1:16-17 ഒന്ന് വായിക്കാം. യെസ്, യെസ്, ആമേൻ. എന്റെ ക്വസ്റ്റ്യൻ, രൂത്ത് ഇത് എപ്പോഴാ പറഞ്ഞത്? ബേത്ലഹേമിൽ വന്നു കഴിഞ്ഞിട്ടാണോ? എല്ലാവരും അക്സെപ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണോ? ബോവസുമായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ? എവിടെ വെച്ചാ? മോവാബി വെച്ച്. ഇപ്പൊ ആരാ രൂത്ത്? മോവാബി സ്ത്രീയാ. യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടോ? വന്നിട്ടൊന്നുമില്ല. മോവാബിയ സ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെ തന്റെ അമ്മയോട് ഒപ്പമുള്ള യാത്ര തുടങ്ങുമ്പോൾ അമ്മാവിയ പറയാം, നീ വരണ്ട, നീ ഇവിടെ നിന്ന്, നീ തിരിച്ചു വെക്കൂ. എന്നാൽ ഈ തിരിച്ചു വെക്കോ എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ഓർപ്പ റെഡിയായിരുന്നു തിരിച്ചു പോകാൻ. എന്നാൽ രൂത്ത് പറഞ്ഞ വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. അവള് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ആണോ എന്നൊന്ന് ഓർത്ത് നോക്കി. അവൾക്ക് ഇനി മുമ്പിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? അമ്മായിമ്മ പോയാൽ, ബേത്ലഹേമിലേക്ക് പോയി കഴിഞ്ഞാൽ അവൾക്ക് ആ ബന്ധം തീർന്നു. ഇനി ഒരിക്കൽ പോലും ആ ബന്ധത്തെക്കുറിച്ച് ഇനി അവൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്ന് പറയുന്ന പോലെ കൊച്ചു പെണ്ണല്ലേ, ഇനി എത്ര വേണേലും കല്യാണം കഴിക്കാം അല്ലേ, നല്ലൊരു ജോലി കിട്ടും, ഇതിന്റെ ഒന്നും പുറകെ പോകണ്ട. പക്ഷെ എന്താണ് രൂത്തിന്റെ ഉള്ളിലെ ചിന്തയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു അമ്മയുടെ ഇൻഫ്ലുവൻസാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അമ്മായിമ്മയാണ് നവോമി. ഞാൻ ഇടയ്ക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഓർത്തോണ്ടിരുന്ന നവോമി ഒരു ഭയങ്കര നെഗറ്റീവ് ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് അല്ലേ. എന്നെ ഇനിയും ഓർപ്പയോട് രൂത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ ജീവിതം മൊത്തം കയ്പാ ഇല്ലേ, എന്റെ ജീവിതത്തിൽ എന്നും കണ്ണുനീരാ, നോക്കിക്കേ ഭർത്താവ് മരിച്ചു, മക്കള് മരിച്ചു, ഇനി ഒരു നന്മയില്ല, ഇനി ഞാൻ നന്മയൊന്നും അനുഭവിക്കത്തില്ലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചു ഈ അമ്മാവിയമ്മ വീട്ടിലിരുന്ന് പറയുന്നെന്ന്. പക്ഷെ എനിക്ക് രൂത്തിന്റെ മാനസാന്തരം കണ്ടപ്പോ മനസ്സിലായി, പുറമേ നവോമി ഭയങ്കര കരച്ചിലൊക്കെ ആണെങ്കിലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഡോർ അടച്ച് വീടിനകത്ത് കയറി കഴിഞ്ഞാൽ നവോമി ഒരു പ്രാർത്ഥനാവീരയാണെന്ന് എനിക്ക് മനസ്സിലായി. പുറമേ പറഞ്ഞു എനിക്ക് എന്റെ ജീവിതത്തിലെല്ലാം കഷ്ടതയാ, പ്രതികൂലമാന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രാർത്ഥനാ മുറി കയറി കഴിയുമ്പോൾ രൂത്തുമായിട്ടുള്ള സംഭാഷണത്തിൽ രൂത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇല്ല മോളെ, ഭർത്താവ് മരിച്ചാലും മക്കള് മരിച്ചാലും എന്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് രൂത്ത് മാനസാന്തരപ്പെട്ടത്. സുവിശേഷം കേട്ടാണോ രൂത്ത് മാനസാന്തരപ്പെട്ടത്? ഈ ദൈവത്തെ മതിയെന്ന് രൂത്ത് തെരഞ്ഞെടുക്കാൻ കാരണക്കാരി ആരാ? അപ്പൊ ഞാനൊരു കാര്യം ദൂത് പറയുക, നമ്മുടെ ജീവിതം, നമ്മുടെ വീടിനകത്തുള്ള ജീവിതം കണ്ടിട്ട് നമ്മുടെ തലമുറകളും ഭർത്താക്കന്മാരും കർത്താവിനെ അറിയണം. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നിടത്ത് പറയുന്ന ഒരു കാര്യമാണ്,
എനിക്ക് ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാം, എത്ര വേണേലും ഉപദേശിക്കാം, എത്ര വേണേലും സുവിശേഷം പറയാം. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്ക് തന്നെ, എന്നെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് എന്റെ ഭർത്താവാ, അല്ലേ? പലരും എന്റെ സാക്ഷ്യം, യോ മോളെ നല്ല ടെസ്റ്റിമണിയോ, യോ നല്ല കൊച്ചാന്നൊക്കെ പറയും. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, കർത്താവ് ഇവർക്ക് എന്റെ സാക്ഷ്യം കേട്ടുള്ള അറിവ് എന്നെ കുറിച്ച് ഉള്ളൂ. ഇന്നത്തെ കാലത്ത് സാക്ഷ്യങ്ങൾ നന്നായിട്ട് പറയാൻ, പ്രസംഗിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്റെ വീട്ടിലുള്ള എന്റെ ഭർത്താവും എന്റെ പേരൻസും എന്റെ ഫാദറിലോ എന്റെ മദറിലോ അവരാണ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്. ഇവള് പ്രസംഗിക്കുന്നത് പോലെ ആണോ? നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കാം, നമുക്ക് കൈ കൊട്ടാം, നമുക്ക് ആരാധിക്കാം. പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെട്ടെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അയ്യോ, ആ സിസ്റ്ററെ പോലെ എനിക്ക് ജീവിക്കണം, ആ സിസ്റ്ററെ പോലെ എനിക്ക് പ്രാർത്ഥിക്കണം, ആ സിസ്റ്റർ ഈ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാ. കർത്താവ് അതാ പറഞ്ഞേ, നിങ്ങളുടെ വെളിച്ചം സകലരും അറിയണം. നിങ്ങളുടെ വെളിച്ചം കണ്ടിട്ട്, നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം കണ്ടിട്ട് അവർ ദൈവത്തെ എന്ത് ചെയ്യണമെന്നാ? മഹത്വപ്പെടുത്തണം. അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം? ഒരു നവോമിയെ പോലെ വീട്ടിലായിരിക്കണം. നെഗറ്റീവ് പറയാൻ നമ്മുടെ വായിൽ ഇങ്ങനെ തികട്ടി വരുമ്പോഴും ഇത് ഓർമ്മ വേണം, എന്റെ നാവ് കൊണ്ട് ഞാൻ എന്തു പറയുന്നു അത് എന്റെ ലൈഫിൽ എന്ത് ചെയ്യും? നടക്കും. അതുകൊണ്ട് പറഞ്ഞാൽ ഒരു വാക്കല്ലേ, പക്ഷെ പിശാചെ നിനക്ക് പിടിക്കാൻ ഇനി ഒരു വാക്ക് പോലും എന്റെ വായിൽ നിന്ന് വരത്തില്ലെന്ന് പറയണം. പലപ്പോഴും ജീവിതത്തിൽ രോഗങ്ങൾ പോലും മാറാത്തതിന്റെ കാരണം വിശ്വാസം പറയത്തില്ല. ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രാവശ്യം ഒരു ആന്റിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ ആയിട്ട് വന്നു. എന്റെ മമ്മി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ദൈവം വിടുവിച്ചിരിക്കുക, അത് പറയണം, കർത്താവ് വിടുവിച്ചിരിക്കുക എന്ന് പറയണം. ഇപ്പൊ ചർച്ചയിൽ നിന്ന് പറഞ്ഞു, കർത്താവ് എന്നെ വിടുവിച്ചിരിക്കുക, കർത്താവ് എന്നെ വിടുവിച്ചിരിക്കുക, കർത്താവ് എന്നെ വിടുവിച്ചിരിക്കുക. വീട്ടിൽ ചെന്ന് ബസ് കയറി വീട്ടിൽ ചെന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മാമ്മേ കൈയുടെ വേദന ഒന്നും മാറിയിട്ടുള്ളത് അവിടെ തന്നെ ഉണ്ട്. എനിക്ക് അല്ലേലും അറിയായിരുന്നു, പ്രാർത്ഥിച്ചാൽ ഇത് മാറത്തൊന്നുമില്ല, ഡോക്ടറെ കൊണ്ട് കാണിച്ചാലേ മാറത്തുള്ളൂ. അപ്പൊ എന്റെ മമ്മി പറഞ്ഞു, ഏറ്റവും നല്ല ഡോക്ടറെ കാണിക്കുന്നു, പ്രാർത്ഥിച്ചിട്ടും എന്തില്ല. കാരണം എന്താണെന്നറിയോ? പ്രാർത്ഥനയുടെ കുറവല്ല, ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടും അല്ല. അങ്ങനെ ചിന്തിക്കരുത്. ദൈവവും വെയിറ്റ് ചെയ്യുക നിന്റെ വായിൽ നിന്ന് എന്താ വരുന്നെന്ന്. യേശു എത്ര പേരോട് പറഞ്ഞോ, നീ വിശ്വാസത്തോടെ പൊക്കോ നിന്റെ കാര്യത്തിന്, അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? നടന്നിട്ടുണ്ടോ? നീ വിശ്വാസത്തോടെ പോകാൻ പറഞ്ഞ നമ്മളാണെ പോവോ? ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് ഫോണുണ്ട്, നമ്മൾ വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ പോകത്തുള്ളൂ. പിന്നെ യേശുവിനെ കിട്ടത്തില്ലല്ലോ വഴിയിൽ, അല്ലേ? നമ്മൾ അങ്ങനെ. കാരണം പക്ഷെ കർത്താവ് പറയും, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ്. നിങ്ങൾ എപ്പോൾ അത് ലഭിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നോ അത് നിങ്ങൾ പറയണം. നിങ്ങൾ പറയും തോറും ഇപ്പറേ അതിന്റെ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കാം. നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല, ഹല്ലേലൂയ, എന്നാൽ ആ വിടുതൽ നടക്കുക. ഇവിടെ രൂത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പറയുക. രൂത്ത് എന്താ ആദ്യം പറഞ്ഞത്? നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോവാൻ എന്നോട് പറയരുത്. ആദ്യം പറഞ്ഞ വാക്ക് ഡിക്ലറേഷൻ, നീ പോകുന്നിടത്ത് ഞാനും പോരും. ഞാൻ ചോദിക്കട്ടെ, നീ പോകുന്നിടത്ത് ഞാനും പോരും എന്ന് പറഞ്ഞ് യാത്ര തുടങ്ങിയിട്ട് ഇടയ്ക്ക് തിരിച്ചു പോയോ? പറഞ്ഞതുപോലെ ദൈവം എന്ത് ചെയ്തു? ആ യാത്രയെ കൂടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രൂത്തിന്റെ ആ ദൃഢധൈര്യം ആ രൂത്തിനെ അവിടെ എത്തിച്ചു? അല്ല. രൂത്ത് ഇത് പറഞ്ഞപ്പോൾ രൂത്തിനെ ദൈവം എക്വിപ്പ് ചെയ്യുക. നീ പോകുന്ന യാത്രയിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. ബിക്കോസ് നീ ചിലത് വിശ്വാസത്താലാ പറഞ്ഞത്. നീ പോകുന്നിടത്ത് ഞാനും പോരും. രണ്ടെന്താ പറഞ്ഞേ? നീ പാർക്കുന്നിടത്ത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രൂത്ത് ഇത് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നല്ലോ, ഇപ്പം സിസിയാൻറ്റി എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്നു, സിസിയാൻറ്റി വരുന്നിടത്ത് ഞാനും വരും എന്നെനിക്ക് പറയാൻ ഉറപ്പെന്നറിയോ? സിസിയാൻറ്റി ഇവിടെ വന്നാൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല രൂത്തിന്റെ സിറ്റുവേഷൻ. രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാ. മോവാബ്യ സ്ത്രീക്ക് ഒരു യഹൂദ സ്ത്രീയോടുകൂടെ പാർക്കണമെങ്കിൽ ആ ദേശത്തിന്റെ എന്ത് വേണമെന്നറിയോ? എന്ത് വേണം? അനുവാദം വേണം. ആ വീട്ടിൽ താമസിക്കണമെങ്കിൽ ബന്ധം വല്ലതും ഉണ്ടോ? ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു. ഇപ്പൊ ഭർത്താവും ഇല്ല. പിന്നെ എന്തിന്റെ പേരിൽ മോവാബിയ സ്ത്രീയെ നീ രൂത്തിന് നവോമിയുടെ കൂടെ താമസിക്കാൻ കഴിയും? പക്ഷെ രൂത്ത് ചിലത് വിശ്വാസത്താൽ അങ്ങ് പറയുക. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. ആ വാക്കിനൊക്കെ ഭയങ്കര അർത്ഥമാ. പാർക്കുമെന്ന് പറഞ്ഞെങ്കിൽ പാർത്തു. ഒരു തടസ്സവും പിന്നെ നടന്നില്ല. ആ യാത്രയിൽ ദൈവം അതിനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുത്തു നവോമിക്ക്, രൂത്തിനും, 2 പേർക്കും. അടുത്ത വാക്ക് കേട്ട്. യെസ്, അതൊക്കെ ഭയങ്കര. ഞാൻ ആ വാക്യം പലപ്പോഴും വായിച്ചപ്പോ ഓർത്തു, രൂത്ത് ഭയങ്കര അടുക്കും ചിട്ടയോടും കൂടെ ആ വാക്കെല്ലാം പറഞ്ഞേ. ആദ്യം പറയാം, നീ പോകുന്നിടത്ത് ഞാനും പോരും.
ആദ്യ യാത്ര എത്തണമല്ലോ ബേത്ലഹേം വരെ. രണ്ടാമത് എന്തോ പറഞ്ഞേ? നീ പാർക്കുന്ന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാർക്കണം. പാർത്ത് കഴിഞ്ഞ ഒരു കുഴപ്പമുണ്ട്, ഇനി ജനം എന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഒന്ന് ഓർത്തെ രൂത്തേ, ഓ ഇത്രയും വിവേകമുള്ള ഒരു സ്ത്രീ. രൂത്ത് വിവേകത്തോടെ പറഞ്ഞു, നിന്റെ ജനം എന്നെ അക്സെപ്റ്റ് ചെയ്യും. സാധ്യത നോക്കിയാണോ മോളെ? അങ്ങനല്ല. അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്, ആ മീറ്റിംഗ് ഒക്കെ കൂടി ചാൻസ് ഉണ്ടേ നിന്നെ എന്റെ കൂടെ പാർപ്പിക്കാം, അങ്ങനെ വല്ലതും പറയേണ്ടി വന്നോ? രൂത്ത് പറയുക, ഇല്ല അമ്മേ, അമ്മ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തെ എന്റെ ഉള്ളിൽ ഞാൻ സ്വീകരിച്ചത് കൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാനത് വിശ്വാസത്തോടെ അങ്ങ് പറയുക, നിന്റെ ജനം ഇനിയും തൊട്ട് എന്റെ ജനമാ. ആ ഡിക്ലറേഷൻ രൂത്ത് പുറപ്പെടുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞപ്പോൾ അപ്പുറേ മറുവശത്ത് ദൈവം ഒരു ബോവസിനെ പ്രിപ്പയർ ചെയ്ത് അവക്ക് വേണ്ടി. ഞാൻ പറയുന്നതിന്റെ ദൂത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വിശ്വാസത്തോടെ കാൽച്ചുവട് എടുത്തു വെക്കുമ്പോൾ, ചിലത് വിശ്വാസത്തോടെ പറയുമ്പോൾ, മറുവശത്ത് ദൈവം ചിലതിനോട് കൽപ്പിക്കും. നിങ്ങൾ പോലും അറിയാതെ ചിലയിടത്ത് ചില ബോവസ്മാരെ ദൈവം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാ. നിന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. എന്നെ അവർ അംഗീകരിക്കുമോ? എനിക്കതിനുള്ള കഴിവില്ല, ഞാനൊരു ജാതീയ സ്ത്രീയാ. എന്നാൽ രൂത്ത് പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്കിന്റെ പിൻപിൽ ദൈവം ഒരു യഹൂദനോട് ഇടപെടാൻ തുടങ്ങി. ഒന്ന് ഓർത്തേ, ഇപ്പൊ ചിലതൊക്കെ വിശ്വാസത്താൽ പറഞ്ഞാൽ അത് നടക്കും. ഇനി അടുത്തൊരു സ്റ്റെപ്പും കൂടെ പറഞ്ഞ് നിർത്തുക. അടുത്ത വാക്കെന്താ? അത് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ആരാധിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, ആഹാ നിന്റെ ദൈവം. നമ്മളായിരുന്നു ആദ്യം ഇത് പറയണ്ടേ, ഇല്ലേ? എന്നാൽ ഞാൻ പറഞ്ഞില്ലേ രൂത്തിനൊരു അടുക്കും ചിട്ടയുണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പറയുന്ന വേറെ രീതിയിലൊന്നും നിങ്ങൾ ആരും വ്യാഖ്യാനിക്കരുത്, പ്ലീസ് വ്യാഖ്യാനിക്കരുത്. ഞാനൊരു കാര്യം നിഷ്പക്ഷമായിട്ടും നിങ്ങളൊക്കെ ഒന്നും മനസ്സറിഞ്ഞ് ചിന്തിക്കാനും ഞാൻ ചോദിക്കട്ടെ. രൂത്ത് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തെന്ന് രൂത്തിന് മനസ്സിലായോ? നിന്റെ ദൈവം എന്റെ ദൈവം. ദൈവം അതെങ്ങനാ പിൻകാലത്ത് ചെയ്തെന്ന് നിങ്ങളൊന്ന് ഓർത്തേ. ദൈവവുമായിട്ട് ബന്ധം. നമ്മളൊക്കെ, ഞാൻ പറയുന്ന ബന്ധം ഏത് ബന്ധമാണെന്ന് മനസ്സിലാക്കണേ. താനും ബോവസും വിവാഹം കഴിഞ്ഞ് തനിക്കുണ്ടായ മകനിൽ നിന്ന്, ഹല്ലേലൂയ, അടുത്ത തലമുറയാ ദാവീദിൽ നിന്ന് ഒരു യേശു ക്രിസ്തു ജനിച്ചെങ്കിൽ യേശുവിന്റെ വല്യമ്മയാകാനുള്ള ബന്ധത്തിലേക്ക് രൂത്തിനെ ദൈവം കൊണ്ടുവന്നത്. രൂത്തെ, നീ പറഞ്ഞത് എന്തുവാ? നിന്റെ ദൈവം എന്റെ ദൈവം. അത് ഏത് ബന്ധമാ? ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് ജനിച്ച യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ട് രൂത്തിന്. നടന്നോ? നടന്നോ? നിങ്ങളൊന്ന് ഓർത്തേ, രൂത്ത് ഇത് കണ്ടിട്ടാണോ ഇറങ്ങിയത്? ബോവസിനെ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചോ? ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടാണോ വന്നത്? ഇല്ല. പക്ഷെ അകത്ത് ആത്മാവിൽ രൂത്തിന് മനസ്സിലായി, ഞാൻ ചിലത് പറഞ്ഞാലേ എനിക്ക് നാളെ എന്റെ ഭാവിയുള്ളെന്ന്. ഭാവി അസ്തമിച്ചെന്ന് ചിന്തിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, ഈ ഡെഡ് എൻഡിൽ നീ ചിലത് കൽപ്പിക്കാനുള്ള സമയമാ. ഈ 2026 പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാ. നെഗറ്റീവ് പറയുന്നത് നിർത്തിയിട്ട് ഈ ഡെഡ് എൻഡ് എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് പറയണം. എന്റെ ശുശ്രൂഷയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, എന്റെ തലമുറയുടെ നന്മ കാണുന്ന സമയം, എന്റെ കുടുംബത്തിന്റെ നന്മ കാണുന്ന സമയം, എന്റെ കുടുംബ ജീവിതത്തിന്റെ നന്മ കാണുന്ന സമയം. ദൈവമക്കളെ, നിങ്ങൾ എന്തു പറയുന്നോ അതിന്ന് നടക്കാൻ പോവുക. രൂത്ത് പറഞ്ഞു, നടന്നോ? നടന്നോ? നടന്നു. അങ്ങനെ നോക്കിയാൽ ഒത്തിരി പേര് വചനത്തിൽ കാണാൻ കഴിയും. രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞു, എന്തോ പറഞ്ഞേ? അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലി ഞാൻ തൊട്ടാൽ ഞാൻ സൗഖ്യം. ഞാൻ ആ വാക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന പ്രാപിച്ചേക്കാം, പ്രാപിക്കുമായിരിക്കും. ആണോ? ഞാൻ പ്രാപിക്കും, ഞാൻ പ്രാപിക്കും. ഇത് ഒറ്റവട്ടേ പറഞ്ഞിട്ടുണ്ടാവുള്ളോ? അല്ല. ഞാനൊരു കാര്യം പറയാം, അവൾ നടക്കുന്ന ഓരോ നിമിഷം ഇവളിത് പറഞ്ഞോണ്ടാ നടന്നത്. ഞാൻ പ്രാപിക്കും, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലി തൊടും, ഞാൻ വസ്ത്രത്തിന്റെ തൊങ്ങലി തൊട്ടാൽ അത് അങ്ങനെ സംഭവിക്കും. സംഭവിച്ചോ? സംഭവിച്ചു. വസ്ത്രത്തിന്റെ തൊങ്ങലി തൊടുവെന്ന് പറഞ്ഞു വസ്ത്രത്തിന്റെ തൊങ്ങലി തൊടാനുള്ള അവസരം ദൈവം ഉണ്ടാക്കി കൊടുത്തു, ഇല്ലേ?
വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടണമെങ്കിൽ പുരുഷാരത്തെ ഇടയ്ക്കൂടെ കയറി ഈ സ്പേസ് ഒക്കെ എവിടെ നിന്നുണ്ടായി? ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, നമുക്ക് സ്ത്രീകൾക്ക് അറിയാവുന്ന കാര്യമാ, നമുക്കൊരു തളർച്ചയോ ക്ഷീണോ വന്ന രണ്ടുപേരെ തള്ളാൻ പോലുമുള്ള ആരോഗ്യം കാണത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇവളിത് വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വന്ന സമയം തന്നെ ഞാൻ അങ്ങ് വിശ്വാസത്താ പറയുക, കർത്താവ് തന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ വരൂന്ന്. ഹല്ലേലൂയ. കർത്താവ് പുരുഷാരത്തിന് മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവള് വന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുക, കർത്താവ് അവിടെ നിന്നിട്ട് പറയും, മോളെ തൊട്ടോ, നീ തൊട്ടോ, നീ പറഞ്ഞോണ്ട് വന്നത് ഞാൻ കേട്ടു, നീ പറഞ്ഞോണ്ട് വന്നത് ഞാൻ കേട്ടു, എനിക്ക് പോകാൻ പറ്റത്തില്ല, നീ പറഞ്ഞതുപോലെ ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവാ. ഇന്ന് ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ഏത് സാഹചര്യത്തെ നോക്കി കൽപ്പിക്കുന്നോ അത് നടക്കും. ഞാൻ എന്റെ ഒരു ടെസ്റ്റിമണി കൂടെ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യുക. 2020 നിങ്ങൾക്കൊക്കെ അറിയാം, കോവിഡ് വന്നു അല്ലെ? എല്ലാവർക്കും കോവിഡ് വന്ന് ലോക്ക്ഡൌൺ ആയി. ഞാൻ US-ലായിരുന്ന സമയത്ത് ഞാനിത് പറഞ്ഞില്ല, ഇതെന്റെ വ്യക്തിപരമായ സാക്ഷ്യമാണ്. ആരുമായിട്ടോ ആരുടെ വിശ്വാസമായിട്ട് ഇതിന് ബന്ധമില്ല. എന്റെ വ്യക്തിപരമായ ഒരു ടെസ്റ്റിമണി. അതിന് കാരണമുണ്ട് ഞാൻ പറയുന്നതിന്. 2020 എനിക്ക് 2 കുഞ്ഞുങ്ങളായി. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, നാട്ടിൽ വന്നു എന്റെ പപ്പായും മമ്മി എന്റെ അനീതിമാരെയൊക്കെ പിള്ളേരെ കാണിക്കണം. നാട്ടിൽ വരാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്താണ്, നിങ്ങൾക്കൊക്കെ അറിയാം, റൂൾസ് ഉണ്ട്. എന്തുവാ? വാക്സിൻ എടുക്കണം. വാക്സിൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ഒരു ഇതാണ്, ഞാൻ ഏത് കാര്യവും എന്റെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കും. കർത്താവേ, ഞാനത് ചെയ്യണോ? ഇപ്പൊ ഒരു ദിവസം ഞാൻ ഇത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്റെ ഹസ്ബൻഡ് അന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചാ പോണം. അപ്പൊ അച്ഛൻ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച സമയത്ത് അച്ഛൻ ജോലി സ്റ്റോപ്പ് ചെയ്തു. അതിനൊരു കാരണം, ഈ വാക്സിൻ നിർബന്ധമാണ് അവിടെ, വാക്സിൻ എടുക്കണം. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു ഞാൻ വാക്സിൻ എടുക്കത്തില്ല. അപ്പം നമുക്ക് അവിടെ ഒരു റിലീജിയസ് എക്സെപ്ഷണൽ ഫോം എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. അതൊക്കെ അച്ഛൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അല്പ ദിവസങ്ങളൊക്കെ ജോലി ചെയ്തു. പക്ഷെ അച്ഛൻ പറഞ്ഞു വർക്ക് അങ്ങ് ടഫ് ആക്കുക. അപ്പൊ അച്ഛൻ എടുത്തില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇല്ല, എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അച്ഛൻ ജോലി ക്വിറ്റ് ചെയ്തു. അപ്പം ഞാൻ പ്രാർത്ഥനാ റൂമിൽ കയറിയിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നോട് ദൈവാത്മാവ് ഒന്ന് സംസാരിക്കണം, ഞാൻ വാക്സിൻ എടുക്കണം. അപ്പൊ എന്നോട് ദൈവാത്മാവ് ഇടപെട്ട വചനം ഇതാണ്, ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന്. ദാനിയേൽ പറഞ്ഞ വാക്യം എന്താണെന്നറിയാമോ? രാജാവെ, നീ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും നീ കഴിക്കുന്ന ഇതുകൊണ്ട് മാംസങ്ങളും കൊണ്ടും ഞാൻ എന്ത് ചെയ്തില്ല, എന്നെ തന്നെ അശുദ്ധനാക്കിയില്ല. കർത്താവിനോട് പറഞ്ഞു നീ ഇതെടുക്കരുത്. ഞാൻ ചോദിച്ചു, കർത്താവെ അതെന്താ? എനിക്കിതിനകത്തൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്. എന്താണെന്നറിയത്തില്ല. എന്നെ ചിലത് പഠിപ്പിക്കണം, എന്റെ ഹസ്ബൻഡിനെ ചിലത് ദൈവത്തിന് പഠിപ്പിക്കണം. ഞങ്ങൾ രണ്ടുപേരും വാക്സിൻ എടുത്തില്ല. ഇപ്പൊ വാക്സിൻ എടുക്കാത്തോണ്ട് ഇന്ത്യ വരാൻ പറ്റത്തില്ല. പക്ഷെ ഇതേ സമയം തന്നെ പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞു നീ ഇന്ത്യയിൽ പോകണമെന്ന് പറഞ്ഞു. 2020 കാര്യമല്ലേ പറഞ്ഞത്, 2021, 2022 സമയത്തിലെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ 2022 ഞാൻ ആദ്യമായിട്ട് ഡിസൈഡ് ചെയ്യുക നാട്ടിൽ വരാൻ. പ്രാർത്ഥിച്ചു. എന്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യണമായിരുന്നു, റിന്യൂ ചെയ്തു. ഞങ്ങൾ വിശ്വാസത്തോടെ എല്ലാ സ്റ്റെപ്പും എടുത്തു വെക്കാൻ തുടങ്ങി. പിള്ളേരുടെ 2 പിള്ളേരുടെയും പാസ്പോർട്ടൊക്കെ എടുത്തു. ഇന്ത്യ വരണമെങ്കിൽ അവർക്ക് ഈ വിസ എടുക്കണം, ഞങ്ങൾ അത് എടുത്തു. എല്ലാം എടുത്തു. ഞാൻ റെഡിയായി. എവറിത്തിങ് ഇസ് റെഡി. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാം റെഡിയാണ്. ഇപ്പൊ ഞാൻ മമ്മിയെ വിളിച്ചിട്ട്, മമ്മി ഞങ്ങൾ റെഡിയാ, കർത്താവ് നാട്ടിൽ വരാൻ പറയുന്നു. എന്തിനാന്ന് എനിക്ക് ഈ സമയം തന്നെ ഞങ്ങളെ ഫോഴ്സ് ചെയ്ത് വിടുക പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എനിക്കൊരു പദ്ധതിയുണ്ട്, നീ ഇന്ത്യയിൽ പോണം. ഞാൻ എല്ലാം പ്രാർത്ഥിച്ചു തയ്യാറായി. ഉപവാസത്തിലും പ്രാർത്ഥനയിരിക്കാൻ ഞാൻ എന്റെ ഉള്ളിൽ പ്രയാറിക്കും. എന്നാന്ന് ഇടയ്ക്കില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു ദർശനം കണ്ടു. ഡിസംബർ മാസം 1-ാം തീയതി നിങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. 2022 ഡിസംബർ 1-ാം തീയതി നിങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. നാട്ടിൽ എത്തുമല്ലോ അപ്പൊ അല്ലേ നമ്മൾ പറഞ്ഞല്ലേ, അബ്രഹാം വാഗ്ദത്തം കേട്ടല്ലോ, എത്തും എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഞാൻ അവത്തൽ അങ്ങ് മുറുകെ പിടിച്ചു. എത്തണമെങ്കിൽ ബാക്കി കാര്യം ആര് ചെയ്തോണം? ദൈവം ചെയ്തോണം. ഞാൻ ചെയ്യേണ്ടത് എന്നാ? വിശ്വാസം പറയുക. ഞാൻ ഒറ്റ കാര്യം ചെയ്തു. ഞാൻ വിശ്വാസത്തോടെ ഒരു ബുക്ക് എടുത്തു വെച്ചിട്ട് 2022 യാത്രയ്ക്ക് വേണ്ടിയുള്ള ഉപവാസം പ്രഖ്യാപിച്ചിട്ട് ഞാൻ അവത്തിലോട്ട് എഴുതി, 2022 ഡിസംബർ 1-ാം തീയതി ഞാൻ നാട്ടിലെത്തും, കുടുംബമായിട്ട് എത്തും. എന്നിട്ട് അതിനുള്ള പ്ലാനിങ് എല്ലാം ഞാൻ വിശ്വാസത്താൽ എഴുതി. എന്നിട്ട് ഞാൻ പറയാം, കർത്താവേ, നവംബർ 14 തൊട്ട് 21 വരെ ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുക. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. ഞാനും കുടുംബമായിട്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ഉപവാസം ഇരിക്കുക. അച്ഛന് ജോലിയില്ല, അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഉപവസിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. വിശ്വാസത്താൽ ഇതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പറയാം, നീ വിശ്വാസത്താൽ ടിക്കറ്റ് എടുക്കുക. ഇല്ലേ, ടിക്കറ്റ് എടുക്കാൻ പാടായിരുന്നു. ഞാൻ ഓർത്ത്, കർത്താവ് ഇത്രയും പേർക്ക് 4 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് കോവിഡ് വാക്സിന്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് വെക്കണം. എവിടെ വരണമെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം, കെയർ സുവിധ എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം ഇവിടെ വരണമെങ്കിൽ. പക്ഷെ ഞാൻ വിശ്വാസത്താൽ അച്ഛനോട് പറഞ്ഞു, ഉപവസിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിശ്വാസത്തോടെ എല്ലാം എടുത്ത് പ്രാർത്ഥനാമുറി കൊണ്ട് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ,
ഉപവസിക്കാൻ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അച്ചാച്ചൻ ചോദിച്ചു ഉറപ്പാണോ? ഞാൻ പറഞ്ഞു ഉറപ്പാ. വിശ്വാസത്താ ടിക്കറ്റ് കൊടുത്തു. നവംബർ 28 ടിക്കറ്റ് എടുത്തു, എല്ലാം റെഡിയാക്കി. പ്രാർത്ഥനാ മുറിയിൽ നവംബർ 14 ഞാൻ കയറി. ഡോർ അടച്ചു, പാസ്പോർട്ട്സ് എടുത്തു വെച്ചു, വീസ എടുത്തു വെച്ചു, ഈ ടിക്കറ്റിന്റെ കോപ്പി എടുത്തു വെച്ചിട്ട് അന്ന് തൊട്ട് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പ്രാർത്ഥന ഇതായിരുന്നു, അപ്പാ പറഞ്ഞു നാട്ടിൽ ചെല്ലാൻ, നാട്ടിൽ പോവാം, അപ്പാടെ ഉദ്ദേശം എന്തായാലും നടക്കണം. പിന്നെ ഞാൻ ചെയ്തത് കൽപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് 3 കാര്യങ്ങളെ തടസ്സം. ഒന്ന്, ഇന്ത്യയിൽ വരണമെങ്കിൽ ഇന്ത്യയുടെ നിയമം ദൈവം മാറ്റണം. വേറൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് USA വരുമ്പോൾ ഞങ്ങൾക്ക് UAE കണക്ട് ചെയ്യാതെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ 2 രാജ്യമായി. UAEയുടെ നിയമം മാറണം. 3, USA നിയമം മാറും. എയർപോർട്ടിൽ ഭയങ്കര ചെക്കിങ്ങാ. ഞങ്ങളുടെ എയർപോർട്ടിൽ നിന്ന് കയറുന്നതിന് മുമ്പ് നമ്മൾ ടിക്കറ്റ്സും പാസ്പോർട്ടൊക്കെ കാണിക്കുന്ന സമയത്ത് കാണിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, വാക്സിൻ കാർഡ്. ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, ബൂസ്റ്റർ ഡോസ്. ഇതെടുത്തിട്ട് കാണിച്ചാലേ അവിടുന്ന് എന്ത് ചെയ്യത്തുള്ളൂ, കയറ്റി വിടത്തുള്ളായിരുന്നു. ഇതൊന്നും ഞങ്ങൾക്കില്ലല്ലോ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഇത് പറയാൻ പോകുന്നത് കൽപ്പിച്ചതിന്റെ ഗുണമാ. ദൈവാത്മാവിൽ ചിലത് നീ കൽപ്പിക്കണം. നീ അത് ഞാൻ പറയുന്നൊരു കാര്യം, ദൈവം പറഞ്ഞിട്ട് കൽപ്പിക്കുമ്പോൾ എന്തുണ്ട് ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനാ. ഞാൻ പറഞ്ഞ വാഗ്ദത്തം ദൈവം തന്നതല്ലേ, വാഗ്ദത്തം ദൈവമല്ലേ പറഞ്ഞത്. ആരില്ല നമുക്ക് വിശ്വാസം? ദൈവത്തിലാണ്. ദൈവം പറഞ്ഞത് അതുപോലെ നമ്മൾ പറയുമ്പോൾ ദൈവം അത് നമുക്ക് വേണ്ടി ചെയ്യുകയാ. ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം, നവംബർ 21 ഞങ്ങളുടെ 2 പേരുടെ ഫാസ്റ്റിംഗ് ഞങ്ങൾ പ്രാർത്ഥനയാൽ സ്റ്റോപ്പ് ചെയ്തു. ലഞ്ച് കഴിഞ്ഞു, സൺഡേ ലഞ്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്റെ ഹസ്ബൻഡ് പുറത്തോട്ട് എവിടെയോ പോയി. എന്റെ വീട്ടിലേക്ക് ഒരു ചേച്ചിയും ഒരു മോളും കൂടെ എന്നെ കാണാൻ വന്നു പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ 2 പേരും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പം അതിന്റെ തലേന്ന് സാറ്റർഡേ ചർച്ചിൽ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പം പലരും പറഞ്ഞു ഞാൻ നാട്ടിൽ പോവാന്ന്. അപ്പോൾ എന്റെ മുമ്പിൽ ഈ സൺഡേ വന്ന ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി നാട്ടിൽ പോയിട്ടാ വന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, അക്സ നാട്ടിൽ പോകുന്നു കേട്ടല്ലോ. ഞാൻ പറഞ്ഞു നാട്ടിൽ പോവാ. വാക്സിൻ ഒക്കെ എടുത്തല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അതെടുക്കാൻ ഞാൻ എടുത്തില്ല. അപ്പൊ പുള്ളി പറയാ എന്നാ കേറി പോയതുവാ. ഞാന് ബൂസ്റ്റർ ഡോസ് എടുത്തതിന്റെ ഒരു ഡേറ്റ് തെറ്റിയതിന് എന്നെ അവിടെ നിർത്തിയിട്ട് CVSE വിളിപ്പിച്ച് അവിടത്തെ ഫാർമസിസ്റ്റിനെ വിളിച്ച് എല്ലാം ചെയ്തിട്ടാ എന്നെ കയറ്റിവിട്ടത്. ഒരു ടിക്കറ്റ് അല്ല, ഒരു ഡേറ്റ് മാറിയതിന് അവർ കൺഫർമേഷൻ വരുത്തിയത്. അപ്പോഴാ വാക്സിൻ എടുക്കാത്ത പുള്ളി അങ്ങോട്ട് ചെല്ലുന്നത്. കേറിപ്പോയതാ. ഞാൻ ചിരിച്ചു. അപ്പൊ വേറൊരു അങ്കിള് കമ്പനിക്ക് ജോയിൻ ചെയ്തു. അങ്കിള് ചോദിച്ചു, അക്സ വാക്സിൻ എടുത്തില്ലായിരുന്നോ? അവനില്ല. എന്റെ അക്സ വാക്സിൻ എടുക്കണ്ടല്ലോ, പിന്നെ നിങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തെന്ന് കേട്ടല്ലോ. ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്തു. അപ്പൊ എങ്ങനെ പോവാനാ? എല്ലാം പ്രശ്നം കേട്ടോ. UAE അതിനേക്കാ ചെക്കിങ്ങാ. നിങ്ങൾ ഏത് എയർപോർട്ടാ? ഞാൻ പറഞ്ഞു ദുബായ് ഭയങ്കര ചെക്കിങ്ങാ. ഇന്ത്യ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചെക്കിങ്. എയർ സുവിധ ഫോം ഒക്കെ ഫില്ല് ചെയ്തോ? ഞാൻ പറഞ്ഞില്ല. അതിനകത്തുണ്ട് എത്ര വാക്സിൻ എടുത്തെന്നൊക്കെ. ഞാൻ ചിരിച്ചോണ്ട് നിൽക്കുമ്പോ ഇവർ 2 പേരും എന്നെ അങ്ങ് കളിയാക്കാൻ തുടങ്ങി. ഭയങ്കര കളിയാക്കല. ഈ കളിയാക്കൽ ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, കൈ ഉയർത്തി നിന്റെ വിശ്വാസം അവരുടെ മുമ്പിൽ പറയാൻ പറഞ്ഞു. ഇച്ചിരി പ്രശ്നമാണ്, കാരണം ആൾക്കാരൊക്കെ ചുറ്റുമുണ്ടേ. അപ്പൊ ഉള്ളില് ഒരു പ്രഷർ ഇങ്ങനെ വരിക, പറയാനൊരു, നമ്മൾ പറഞ്ഞു അയ്യോ ചമ്മി, നാടൻ ഭാഷ പറ, ചമ്മി പോയാലോ അല്ലേ? ഇവിടെയാണ് ജയിക്കേണ്ടത്. യെസ്, ഇവിടെയാ ജയിക്കണം. മൊത്തം നെഗറ്റിവിറ്റിയാ. പക്ഷെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ ഞങ്ങളുടെ ചർച്ചിന്റെ ഫെലോഷിപ്പ് ഹാളിന്റെ കിച്ചന്റെ അകത്ത് കൈ ഇങ്ങനെ മേളിലോട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വേണ്ടി ദൈവം രാജ്യത്തിന്റെ നിയമത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് 3 രാജ്യത്തിന്റെ നിയമത്തെ മാറ്റി എന്നെ ഇന്ത്യയിൽ ദൈവം എത്തിക്കൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ വെറുതെ അല്ല പറഞ്ഞ, ആത്മാവിലാന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ശരിക്കും ഒരു ആത്മാവിന്റെ ധൈര്യം വന്നു. ഇത് ഞാൻ പറയുന്ന നവംബർ 20 21 ഫാസ്റ്റിംഗ് നിർത്തി. നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കാണാം. ഈ ചേച്ചി മോളും എന്റെ വീട്ടിൽ വന്നിരിക്കും. എവിഡൻസ് വേണമല്ലോ. നിന്നെ ആര് പരിഹസിച്ചു അവരെ വീടിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് അവരുടെ മുമ്പിൽ നിന്റെ മറുപടിയെ ദൈവം കാണിച്ചു കൊടുക്കും. ഒരിക്കൽ പോലും വരാത്ത ഈ ആന്റി മോളും വീട്ടിൽ വന്നു. ഞങ്ങൾ 2 പേരും ഇരിക്കുമ്പോൾ ദാണ്ട് എന്റെ ഫോണിൽ ഒക്കൽഹോമ പ്രെയർ ലൈൻ എന്ന് പറഞ്ഞ പ്രെയർ ലൈനിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നേക്കുക. UAE വാക്സിൻസ് അല്ലെങ്കിൽ ആ കാർഡെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അതായത് ഇനി ഒരു കോവിഡ് റൂൾസും വേണ്ട, UAE പാസ് ചെയ്യാം. ഞാൻ ഷോക്കായി പോയി.
പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ദാണ്ട് അടുത്ത വന്നിരിക്കുന്നു, ഇന്ത്യ എയർ സുവിധ എടുത്തു മാറ്റി. ആഹാ, ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇനി അമേരിക്കയുടെ നിയമം മാറണം. നവംബർ 24 ആയപ്പോ ദാണ്ട് അമേരിക്കയുടെ നിയമം മാറി. നവംബർ 26 നിങ്ങളൊക്കെ കണ്ടു കാണും, എല്ലാ രാജ്യങ്ങളുടെയും ദൈവം നിയമത്തെ മാറ്റി. നവംബർ 28 ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് ഇന്ത്യയിൽ വന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എല്ലായിടത്തും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ദൈവം നവംബർ മാസത്തില് 22 തൊട്ട് 26 വരെ നിയമത്തെ മാറ്റണമെങ്കിൽ അത് ചെയ്തത് എനിക്ക് വേണ്ടിയാ. അതിനൊരൊറ്റ കാര്യം ഞാൻ പറഞ്ഞത്, നീ ചിലത് പറഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. അതിനൊരു കാരണം, ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞല്ലോ പറയാമെന്ന്. നിങ്ങളൊക്കെ മാതാപിതാക്കളാണെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരാളോട് പറയാ, എന്റെ പപ്പ എനിക്കത് ചെയ്ത് തരുമെന്നൊന്ന് ഭയങ്കര അഭിമാനത്തോടെ പറഞ്ഞാണ്ടല്ലോ, നിങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുവോ? അഭിമാനത്തോടെ പറഞ്ഞാൽ എന്തുവാടാ, എന്റെ പപ്പ എനിക്കത് മേടിച്ചു തരും എന്ന് ഭയങ്കര തന്റെ ഇടത്തോടെ പറയുമ്പോ അപ്പന് പറയുന്നു, അയ്യോ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇല്ലേ ഇല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, പിശാച് ഫ്രണ്ടിൽ വന്നിട്ട് നിന്റെ വാഗ്ദത്തം നീ പ്രാപിക്കത്തില്ലെന്ന് പറയുമ്പോ, അതെ പിശാച് എനിക്കും അത് തോന്നി എന്ന് പറഞ്ഞ കർത്താവിന് എങ്ങനെ തോന്നുന്നു നിങ്ങളെ കുറിച്ച്? ഇപ്പൊ 2025 വരെ പിശാചിന്റെ കൂടെ നിന്ന് എന്ത് പറഞ്ഞു? പറ, നെഗറ്റീവ് പറഞ്ഞു. 2026 അപ്പന്റെ മാർവോട് ചേർന്നിരുന്നിട്ട് പിശാചിന്റെ മുഖത്ത് നോക്കി പറയണം, നീ കഴിഞ്ഞ നാളുകളിൽ ഒതുക്കി വെച്ച എന്റെ വാഗ്ദത്തങ്ങൾ, എന്റെ ജീവിതത്തിൽ തരത്തില്ലെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, എന്റെ തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ എന്റെ അപ്പൻ ചെയ്തു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആകയാൽ ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ചിലത് നീ പ്രവചിക്കണം, പ്രവചിച്ചാൽ നടക്കും. ഞാനിത് വെറുതെ പറയുന്നതല്ല ദൈവമക്കളെ, ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ നിന്നാ ഇത് പറഞ്ഞത്. 1 അല്ല 2 അല്ല 3 അല്ല, എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. ചിലത് പറയണം, കൽപ്പിക്കണം. യെഹെസ്കേലിനോട് ദൈവം പറയുക, നീ ആ താഴ്വരയിലോട്ടൊന്ന് ചെന്നേ, ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അസ്ഥി. എന്തുവാ യെഹെസ്കേലിനോട് പറയാൻ പറഞ്ഞേ? നീ ഉപവസിച്ച് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞേ? ആണോ? ഏറ്റവും ഉണങ്ങിയ അസ്ഥി ഉള്ളിടത്തോട്ട് നമ്മൾ എന്നിരുന്ന് നമ്മൾ പറഞ്ഞേ, പാസ്റ്ററെ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ഉപവസിച്ചൊക്കെ പ്രാർത്ഥിച്ച് പ്രിപ്പയർ ആയിട്ട് വരാം. അതിന്റെ തലേ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ ആത്മാവിൽ നിറഞ്ഞെന്ന്. ആത്മാവിൽ നിറഞ്ഞ യെഹെസ്കേൽ അങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ. എന്തുവാ പറഞ്ഞത്? ഏറ്റവും ഉണങ്ങിയ അസ്ഥി, വർഷങ്ങൾ പഴക്കമുള്ള വിഷയം എല്ലാം നോക്കിയിട്ട് യെഹെസ്കേൽ അങ്ങോട്ട് പ്രവചിക്കാൻ തുടങ്ങി. ഇന്ന് നിന്റെ മരിച്ചു കിടക്കുന്ന വിഷയത്തെ നോക്കി, ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന വിഷയങ്ങളെ നോക്കി, രോഗത്തെ നോക്കി, ശരീരത്തെ നോക്കി ഒന്ന് പ്രവചിക്കാമോ? എന്റെ അസ്ഥികൾ ജീവിക്കപ്പെടട്ടെ, എന്റെ മക്കളുടെ അനുഗ്രഹം ഞാൻ കാണും. ദൈവമക്കളെ, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഒന്ന് ഓർത്തേ, ഓരോ വാഗ്ദത്തത്തെ ഈ സമയത്തൊന്ന് ഓർത്തേ. പറഞ്ഞേ, എന്റെ മക്കൾ ഈ എഡ്യൂക്കേഷൻ പൂർത്തീകരിക്കും, എന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ബുദ്ധി കൊടുക്കും, എന്റെ ഭാവിയുടെ നന്മ ഞാൻ കാണും, എന്റെ മക്കളെ ഞാൻ കാണും, എന്റെ ശരീരം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് പറയുക, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. നീ എന്തു പറയും? ഇന്ന് തൊട്ട് ഇന്നെടുക്കുന്ന തീരുമാനം എന്താ? കർത്താവേ, ഞാൻ രൂത്തിനെ പോലെ ചിലത് പറയുകയാ. എന്റെ മുമ്പിൽ സാധ്യതകളൊന്നുമില്ല, എന്റെ മുമ്പിൽ അസാധ്യതകളാ. എന്നാൽ സാധ്യതകൾ ഇല്ലാത്തടത്ത് സൃഷ്ടിക്കുന്ന ദൈവം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, തലമുറകളില്ലാതെ നിങ്ങളുടെ ഉദരത്തെ കൈവച്ച് പ്രവചിക്കണം. അടുത്ത ആണ്ടിൽ ഈ സമയം ഞാൻ ഒരു തലമുറയെ പ്രസവിക്കുമെന്ന് ചിലതിനെ നോക്കി പ്രവചിക്കണം. നീ പ്രവചിക്കുന്നത് ദൈവം ചെയ്തു തരും. തലമുറകളെ നോക്കി പ്രവചിക്കണം, ശുശ്രൂഷയെ നോക്കി പ്രവചിക്കണം. ദൈവമക്കളെ, അവിടെ എഴുതിയിരിക്കുക, അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുന്ന മാത്രമല്ല, അതിന്റെ ഫലം അനുഭവിച്ച് തൃപ്തിയാകുന്നു. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് തൃപ്തിയില്ല. തൃപ്തി പ്രാപിക്കാൻ തടസ്സം എന്താണെന്നറിയാമോ? തൃപ്തി പ്രാപിക്കാൻ തടസ്സം എന്താ? എന്തുവാ തടസ്സം? നാവ്. നമ്മൾ പറയും, പക്ഷേ വിശ്വാസത്തോടെ പറയത്തില്ല. നിങ്ങൾ അസാധ്യതകളെ നോക്കി പ്രവചിക്കണം.
ഇന്ന് എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? കർത്താവേ, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന് വചനം പറഞ്ഞെങ്കിൽ ഞാൻ ഇന്ന് തൊട്ട് എന്റെ അസാധ്യതകളെ നോക്കി പ്രവചിക്കാൻ പോവുക. നിങ്ങൾ എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിട്ട് നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ എല്ലാം ഒന്ന് ഓർക്കണം. ഞാൻ ഇവിടെ നിർത്തിക്കുക. വാഗ്ദത്തങ്ങളെ എല്ലാം ഒന്ന് ഓർത്തേ. നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെ ഒന്ന് ഓർത്തേ. നിങ്ങളുടെ രോഗത്തെ ഒന്ന് ഓർത്തേ. എന്നിട്ട് പറഞ്ഞേ, നിങ്ങൾ രോഗമുള്ളിടത്ത് കൈവച്ചിട്ടൊന്ന് പറഞ്ഞേ, കർത്താവേ, ഇന്ന് ഞാൻ വിശ്വസിച്ച് ആ വാക്യം ഏറ്റെടുക്കുക. ആ രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞു, വിടുതൽ പ്രാപിച്ചെങ്കിൽ ഞാൻ ഇന്ന് വിടുതലോടുകൂടി ഈ റൂം വിട്ടു പോകത്തുള്ളൂ. ഈ ആലയം വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഞാൻ വിടുതൽ പ്രാപിച്ചേ പോകത്തുള്ളൂ. എന്റെ തലമുറയുടെ വിഷയത്തിന് വേണ്ടി ഞാൻ വന്നെങ്കിൽ ഞാൻ വിടുതൽ പ്രാപിച്ചേ പോകത്തുള്ളൂ. തലമുറയ്ക്ക് വേണ്ടി വന്നെങ്കിൽ ഞാൻ ആ തലമുറയുടെ വാഗ്ദത്തം പ്രാപിച്ചേ പോകത്തുള്ളൂ. എന്റെ ശുശ്രൂഷയുടെ മേഖലയിൽ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ വന്നതെങ്കിൽ അതിന്റെ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. നിയമങ്ങളെ മാറ്റണമെങ്കിൽ ചിലരോട് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ദൂത് പറയുക. ചില രാജ്യങ്ങളുടെ നിയമങ്ങളെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം ഇന്ന് രാവിലെ സമയം മാറ്റുകയാ. ആര് ഭരിക്കുന്നു എന്നുള്ള ദൈവത്തിന് വിഷയമല്ല. ആര് ഭരിക്കുന്നു എന്നുള്ള ദൈവത്തിന് വിഷയമല്ല. നിന്റെ തലമുറയെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ രാജ്യത്ത് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ നിയമങ്ങളെയും മാറ്റി നിനക്ക് വേണ്ടി പുതിയ നിയമങ്ങളെ ദൈവം എഴുതി ചേർക്കും. എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുക, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അസാധ്യതകളെ സാധ്യമാക്കി തരുന്ന ദൈവം. ഹല്ലേലൂയ.